നമ്മൾ ഉണ്ടാകുമോ എന്ന ഭീകരമായ, അസ്വസ്ഥജനകമായ, ആശങ്കാജനകമായ കാലാവസ്ഥയിൽ ജീവിക്കും. അതിന് ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ വിധിയാണ്, മുത്തച്ഛൻ പ്രാന്തനാണ്, പുസ്തകങ്ങൾ കള്ളമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ രോഗം. ഞങ്ങളുടെ രോഗം അങ്ങനെ ആയിരുന്നില്ല. പുസ്തകം വായിച്ചില്ലെങ്കിൽ തല്ലുകൂടുമായി. പുസ്തകത്തിൽ കാണുന്നതൊക്കെ വായിച്ച് സംശയങ്ങൾ ചോദിച്ചില്ലെങ്കിലും തല്ലുകൂടുമായി തല്ലുകൂട്ടിട്ടുണ്ട്. ഇന്നത്തെ രോഗം അങ്ങനെയല്ല. ഇന്നത്തെ രോഗം, പ്രത്യേകിച്ച് ഞാൻ എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ നീക്കം, ഒരു മാറ്റം. കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ ഉടമസ്ഥർ പറയും വലിയ അടുക്കള വേണം. അടുക്കളയിൽ നിന്നാൽ 9 സ്വിച്ച് ഇട്ടാൽ രാവിലത്തെ ജോലി നടക്കണം. എങ്ങനെയാണ്? അടുക്കളയിലോട്ട് കയറുന്ന വാതിൽ ഒരു സ്വിച്ച് ഇട്ടാൽ കഴിയും. എഴുന്നേറ്റ് വരുന്ന വഴി നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് വന്ന മാറ്റം. രണ്ടാമത്തെ സ്വിച്ച് ഇട്ടാൽ മിക്സി ഓണായി, മൂന്നാമത്തെ സ്വിച്ച് ഇട്ടാൽ വാഷിംഗ് മെഷീൻ ഓണായി, നാലാമത്തെ സ്വിച്ച് ഇട്ടാൽ ഹോട്ട് പ്ലേറ്റ് ഓണായി, അഞ്ചാമത്തെ സ്വിച്ച് ഇട്ടാൽ TV റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റിംഗ് തുടങ്ങും. അപ്പോൾ ഇത് കൺട്രോളില് അച്ചിങ്ങ ഓടിക്കാം, മത്സ്യമാംസമായി അരിക്കാം. അങ്ങനെ മാറ്റങ്ങൾ വന്ന അടുക്കള വേണം. അടുക്കളയിൽ നിന്നാൽ ഇതെല്ലാം കാണും. കുട്ടികൾ പറയും ഞങ്ങൾ വായിച്ചോളാം, പക്ഷേ സൗണ്ട് കുറച്ച് ട്രാക്കിട്ട് DVD അവിടെ. ഇങ്ങനൊരു കാലത്ത് ജീവിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ശൈലി, ആഹാര വിഹാരമായിട്ടുള്ള നിദ്ര, സസ്യാഹാര ലളിത ജീവിത, കാലാവസ്ഥക്കനുസരിച്ച് ജീവിത രീതികൾ അഥവാ ഉത്തരായന ദക്ഷിണായന യാത്രയ്ക്കനുസരിച്ച വിധികൾ നടപ്പിലായിരുന്ന ഒരു സംസ്കൃതിയുടെ ലോകത്താണ്. ഇന്ന് അതൊന്നുമില്ല. നമ്മുടെ ആഹാരം നമുക്ക് തിരിച്ചറിയാൻ വയ്യ. ഉറുമ്പിന്റെ ആഹാരം അറിയാം, ആനയ്ക്ക് ആനയുടെ ആഹാരം അറിയാം, കടുവായ്ക്കും പുലിക്കുമൊക്കെ അതിന്റെ ആഹാരം തിരിച്ചറിയാം. പക്ഷെ നമുക്കൊന്നും തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ട് ഇഴഞ്ഞു നടക്കുന്ന ഇഴജന്തുക്കളെ മുഴുവൻ, ജലജീവികളെ മുഴുവൻ, പറന്ന് നടക്കുന്ന മുഴുവൻ ജീവികളെയും എങ്ങനെയെങ്കിലും പിടിച്ച് ചുട്ട് തിന്നുന്ന ഒരു സ്വഭാവമുള്ള ഇരുകാലി ജന്തു എന്ന് നമ്മളെ വിളിച്ചു. പാറ്റ രാവിലെ അടിച്ചു വായ്പോ 10-15 പാറ്റായി കിട്ടിയാൽ അത് ചീരച്ചട്ടിയിലിട്ട് വറുത്ത് തിന്നുന്നവരെ ധാരാളമായിട്ട് ഇപ്പോൾ കാണും. എട്ടുകാലി, ഞാനൂര്, അട്ട, പഴുതാന മുതലായവയെ വറുത്ത് തിന്നുന്ന ധാരാളം പേരുണ്ട്. നിങ്ങൾ അപൂർവമായിട്ടെങ്കിലും വാർത്തകളിലെങ്കിലും വായിക്കും. അങ്ങനത്തെ ധാരാളം പേരുടെ രോഗമാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കാണാത്തത്. മറ്റൊന്ന്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളുടെ മുറ്റത്ത്, വീട്ടുമുറ്റത്തൂടെ അഥവാ 41 നദികളുടെ ശൃംഖലകളിലൂടെ, കൈവഴികളിലൂടെ, കൈക്കോടുകളിലൂടെ, നിങ്ങളുടെ ഗ്രാമാന്തരങ്ങളിലൂടെ നിങ്ങളുടെ കാൽപ്പാടുകളെ തല്ലി ഒഴുകിയിരുന്ന ആ പുഴകൾ എവിടെ പോയി? ആ പുഴകളിലൊക്കെ അതിന്റെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ഈച്ച, പൂച്ചി, കൂട്ടാടി, മാട്ടിൽ, നീർക്കോലി മുതലായ ജന്തുക്കൾ എല്ലാവരെയും പിടിച്ച് തിന്നുന്ന ഇരുകാലി ജന്തുവായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വിട്ട് ആ മണ്ണിലോട്ടാണ് സൂചിപ്പിച്ച പോലെ എൻഡോസൾഫാൻ ഉൾപ്പെടെ മുതലായ എല്ലാ മാരക വിഷാംശങ്ങളും കലർത്തി മണ്ണിനെ നശിപ്പിച്ചത് കൊണ്ട് ഏകദേശം 3 ലക്ഷം സ്പീഷീസ്. പഴയ സംസ്കൃതിയിൽ, ഭാരതീയ സംസ്കൃതിയിൽ സന്യാസി ശ്രേഷ്ഠൻ പറയും എറുമ്പിനെ പോലും നോവിക്കാതെ നടക്കണം. പൂർണ്ണ ഗർഭിണിയായ എണ്ണ തേച്ച് കുളിക്കാൻ പോകുമ്പോൾ വെള്ളം കോരിക്കൊണ്ട് പോകുന്നതിന് പോലും അവർ നിർവചനം പറഞ്ഞു. അതുപോലെ നടക്കണം എന്നാണ്. വെച്ചാൽ ഒരു ഈച്ചയെ, പൂച്ചയെ, ഒരു കൃമിയെ പോലും നോവിക്കാതെ ജീവിക്കണം എന്ന ഒരു സംസ്കൃതിയുടെ പിന്തലവർക്കാരാണ്. അഥവാ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിളക്ക് കത്തിച്ച് ആരാധന നടത്തിയിരുന്ന ഒരു ഗോത്രവർഗത്തിന്റെ പിന്തലവർക്കാരാണെന്നാണ്. ഒരു മരം കണ്ടാൽ അതിന്റെ ചോട്ടിൽ അന്തിച്ച് കത്തിക്കുക, ഒരു വലിയ പാറക്കല്ല് കണ്ടാൽ അതിന്റെ ചോട്ടിൽ അന്തിച്ച് കത്തിക്കുക, ഒരു വലിയ മല കണ്ടാൽ അത് മലമുത്തപ്പനാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുക. ഇങ്ങനെ നദിയെയും പുഴയെയും മഞ്ഞിനെയും കുളിരിനെയും ചൂടിനെയും അല്ലെങ്കിൽ ആകാശം, വായു, ജലം, അഗ്നി, ജലം, മണ്ണ് മുതലായവയെ ആരാധ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിടാമെന്ന സംസ്കൃതി ചൂടുകൂടികൾ അവിടെ വിട്ട് ഇപ്പൊ വന്നത് നമുക്കറിയാം. വിളക്കേ കത്തിക്കണ്ട, ഒരു ചടങ്ങിലും വിളക്കില്ല. വിളക്ക് കത്തിക്കുന്ന വിളക്കിന്റെ പടം വരച്ച് ഭിത്തിയിൽ തൂക്കിയിട്ടാൽ വെളിച്ചം കിട്ടും. നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ വെളിച്ചത്തിന് വേറെ ചില കാര്യങ്ങൾ ചെയ്യണം. ആ വെളിച്ചമാണ് നമുക്ക് ആവശ്യം. അതിനെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നാരായണ ഗുരുദേവൻ
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് വളരെയധികം സംവദിക്കുന്ന സ്വഭാവമില്ലായെങ്കിൽ ശാന്തനാം കാണുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്തിൽ ചിലർ മൗനം ഭജിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ പ്രതിമയുണ്ടാക്കി എനിക്ക് വഴിയരികിൽ വെച്ചാൽ കൊള്ളാം, ആഗ്രഹമുണ്ട്, വെക്കട്ടെ. അദ്ദേഹം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് മൗനമായിരുന്നു. ശാന്തനാം ഉണ്ടാകും. വളരെ ആലോചിച്ചതിന് ശേഷം ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കി, എന്തിനാ കാക്കയ്ക്ക് കാർഷിക്കാൻ വെയിൽ കൊള്ളാൻ മഴ തന്നെയാണ്. അപ്പൊ ശിഷ്യൻ വിചാരിച്ചു എന്നെ കളിയാക്കുന്നതാണ്, അല്ലെ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ മറുപടി പറയുന്നത്. വീണ്ടും മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം, നീ നിന്റെ സൗകര്യമുള്ള വഴിയെങ്കിലൊക്കെ തന്നെ ഒരു മരം വെക്കുക, പുന്നമരം വെച്ചാൽ. അപ്പോഴും ശിഷ്യൻ കളിയാക്കിലാന്ന് വിചാരിച്ച ശിഷ്യൻ മൗനിയായി. വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, മരം വെച്ചാൽ മരം വളരും, പുന്നമരം വളരും, പുന്നയ്ക്ക ഉണ്ടാവും, പുന്നയ്ക്ക പൊളിച്ച് കത്തിച്ചാൽ വിളക്ക് കത്തും, നിനക്കും കിട്ടും വെളിച്ചം, നാട്ടിനും കിട്ടും വെളിച്ചം. കുറച്ച് കഴിഞ്ഞ് ഈ മരം നിനക്ക് വിറകായി. ഇതാണ് നമ്മുടെ പൂർവ്വസൂര്യയുടെ സ്വഭാവം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു സംസ്കൃതിയുടെ പിന്തുണ നമുക്കാണ്. നമ്മൾ ഇപ്പോൾ എന്തുപറ്റി? ബാല്യം വഴിതെറ്റുന്നു, യുവത്വം വഴിമുട്ടുന്നു, വാർദ്ധക്യം വഴിയമ്പലം തീരുന്നതാണ്. നമുക്ക് പറഞ്ഞതിന് മറുവശം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ 150 കിലോമീറ്റർ സ്പീഡിൽ പോയുന്ന കവാസാക്കി മോട്ടോർ സൈക്കിളിന്റെ പുറത്തിരിക്കുന്ന യുവാവ് ഒരു കയ്യിൽ കയറും, മറുകയിൽ മൊബൈൽ ഫോണും, വണ്ടി എങ്ങോട്ട് പോകും എന്ന് ആരംഭിക്കും. അല്പം ഹാങ് ഓവറും കൂടെ ആയിരിക്കും എന്ന് പറയേണ്ടതില്ല. മറ്റൊന്ന്, അപ്പുറത്ത് സഹോദരി അഥവാ വീട്ടിലെ പെൺകുട്ടികൾ. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സയൻസ് സയൻസ് മൂവ്മെന്റ്, അത് പ്രതിവർഷം ശാസ്ത്ര പ്രതിഭാ മത്സരം നടത്താൻ, പ്രതിവർഷം +2 നിലവാരത്തിൽ കോളേജ് നിലവാരത്തിലുള്ള കുട്ടികൾക്ക് പ്രബന്ധങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വേദികൾ അവതരിപ്പിച്ചുകൊണ്ട് ശാസ്ത്ര പ്രതിഭാ മത്സരത്തിൽ പങ്കെടുത്ത് റിയാക്ട് സയൻസിസ്റ്റ് അവാർഡ് മേടിക്കാൻ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്.